അമ്മേ ശരണം. ശ്രീകൃഷ്ണ ഭഗവാനെ ശരണം. കണ്ണൂർ ജില്ലയിലെ ചിറകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇപ്പോൾ സമയം ഉച്ച 1 മണിയായി. അപ്പോൾ അവിടുത്തെ അഗ്രശാലയിലെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി, നാനാദേശങ്ങളിൽ നിന്നുമായി ദൈനംദിനം ഇവിടെ അനേകം ഭക്തജനങ്ങൾ അമ്മയുടെ പകൽ പ്രസാദം കഴിക്കാൻ വേണ്ടി ഈ സമയത്ത് ഇവിടെ എത്തും. അപ്പോൾ അഗ്രശാല അതിനു മുന്നായി കഴുകി തുടച്ച് വൃത്തിയാക്കി ശുദ്ധി വരുത്തും. അവിടെ കൊടിയില ഇട്ട് കൊടുക്കും. ഈ കൊടിയിലാണ് അന്നം പ്രസാദമായി മുറം കൊണ്ട് വിളമ്പുക ചെയ്യുക. കയ്യിലും മറ്റു കാര്യങ്ങളൊന്നുമില്ല, മുറം കൊണ്ട് വിളമ്പി കൊടുക്കുകയാണ്. ഇവിടുത്തെ അന്നം പ്രസാദം കഴിക്കുന്നവർക്ക് മാറാവ്യാധികൾ വരില്ല. ഉദര രോഗങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറും എന്നാണ് വിശ്വാസം. പിന്നെ ഒരിക്കലും അവരുടെ ജീവിതത്തിൽ പിന്നെ അന്നത്തിന് ബുദ്ധിമുട്ടില്ല, ഉണ്ടാവില്ല. ഇവിടെ വന്ന് ഒരു തവണ ഭക്ഷണം കഴിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ദൈനംദിനം അനേകം ഭക്തജനങ്ങൾ ഇവിടെ എത്തി ഇങ്ങനെ നിലത്ത് ചമ്രം പടിഞ്ഞിരുന്നു കൊണ്ട് അമ്മയുടെ അന്നപ്രസാദം കഴിക്കുന്നത്. അപ്പോൾ ഇലയിട്ട് കൊടുക്കുകയാണ്. ഇല എന്ന് പറയുന്നത് കൊടിയിലയാണ് ഇട്ട് കൊടുക്കുക, തുഷനില എന്ന് പറയുന്നത്. കൊടിയില ഇട്ട് കൊടുത്ത് മുറം കൊണ്ട് വിളമ്പുകയും ചെയ്യാം. അമ്മ തന്നെ നേരിട്ട് ഭക്തർക്ക് അന്നം വിളമ്പുന്നു എന്നാണ് സങ്കല്പം. അപ്പോൾ അമ്മയുടെ ഭക്തജനങ്ങൾ ഇന്ത്യയിലും വിദേശത്തും നമ്മുടെ ഇന്ത്യയിൽ തന്നെ മറ്റു ദേശങ്ങളിലും ഉണ്ട്. അവർക്കൊക്കെ അമ്മയുടെ അന്നപ്രസാദം കഴിക്കണമെന്നും സന്നിധിയിലെത്തണമെന്നും എപ്പോഴും ആഗ്രഹമുണ്ടാകും. പക്ഷെ ജീവിതത്തിന്റെ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്, തൊഴിലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്, എപ്പോഴും അവർക്ക് സാധിക്കില്ലല്ലോ. അപ്പം നേരിട്ട് ഇന്നേ ദിവസം അമ്പലത്തിലെത്താൻ കഴിയാത്തവർക്കും മറ്റു വിദേശങ്ങളിലുള്ളവർക്കും ഈ വീഡിയോ കാണുക വഴി അമ്മയുടെ അനുഗ്രഹം സിദ്ധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പം നിങ്ങൾക്കും അന്നത്തിന് ബുദ്ധിമുട്ടില്ലാതിരിക്കട്ടെ, മാറാവ്യാധികൾ ഇല്ലാതിരിക്കട്ടെ, ഈ വീഡിയോ കാണുക വഴി അനുഗ്രഹം സിദ്ധിക്കട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീഡിയോ മുഴുവനായി കാണുക.